അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ ബസ്സുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ പുതിയ ബസ്സുമായിട്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ RTO ഓഫീസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഫിറ്റ്നസ് പാസ്സാക്കാൻ വന്നതാണ്. അപ്പോൾ ഫിറ്റ്നസ്സൊക്കെ പാസ്സായി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയിലുണ്ടല്ലോ, നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് അതായത് ടെസ്റ്റിന് പോകുന്ന ഒരു രീതിക്കായിരുന്നു ആക്കിയിരുന്നത്. അതിൽ കുഴപ്പമുണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ അവസ്ഥയായിരുന്നു. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ബസ് വാങ്ങിയ വീഡിയോയിൽ പ്ലാറ്റ്ഫോമിൽ കുറച്ച് തുരുമ്പൊക്കെ ഉണ്ടെന്നുള്ളത്. അത് പക്ഷേ പൊട്ടിയിട്ടിട്ടൊന്നും നിന്നായിരുന്നില്ല. അപ്പോൾ അത് ചെറിയൊരു വാർണിംഗ് തന്നു, തൽക്കാലം പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയായി. മാത്രമല്ല ടാക്സൊക്കെ നമ്മൾ നേരത്തെ അടച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ നമ്മളുണ്ടല്ലോ ആ ഒരു ടൂറിന് പോകുന്ന ആ ഒരു ഡെക്കറേഷനിലും അതായത് ഫിറ്റിങ്സിലൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫിറ്റ്നസ് പാസ്സാക്കാൻ പോയത്. വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ വണ്ടിയുടെ അകത്ത് നമ്മൾ അതായത് ഒരു 15 സ്പീക്കറും പിന്നെ ഒരു 6 സബ്ബും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ചെറിയ ചെറിയ അകത്ത് ഗ്ലോബൊന്നും ഉണ്ടായിരുന്നില്ല, ഈ കറങ്ങുന്ന ഗ്ലോബൊന്നുമില്ല. അല്ലാതെ പിന്നെ ചെറിയ ചെറിയ കിരൺ ലൈറ്റ് പിന്നെ സ്ട്രിപ്പ് ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. അതുകൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ വണ്ടി വരുന്നത് പുഷ് ബാക്ക് സീറ്റല്ല, സാധാ സീറ്റാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വണ്ടി AC വണ്ടി തന്നെയാണ്. വേറെ കാര്യമായ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും നമ്മൾ പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ ക്യാബിനിലാണ് വർക്ക്. അത് നോർമലായിട്ട് റെക്സിനൊക്കെ ഒട്ടിച്ച് ആമ്പൊക്കെ പിടിപ്പിക്കുക അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് തൂക്കിയിടാനുള്ള കാര്യങ്ങൾ അന്ന് കാണിച്ചില്ല, അതേപോലെ തന്നെയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഫിറ്റ്നസ്സിൽ നമുക്ക് കുഴപ്പമായിട്ട് വന്നില്ല. നമുക്ക് അഴിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നും വന്നില്ല. ഒന്നാമത് ഇവിടെ ഈ ഒരു ഓഫീസിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്സ് വെച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്കറിയാമല്ലോ, 2010 അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു മോഡലാണ്. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 14 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഏകദേശം പൊളിക്കാറായി എന്നൊക്കെയാണ് അറിയാൻ കേട്ടത്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിനൊക്കെ കുറച്ച് പാടായിരുന്നു. പക്ഷേ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി, എന്നാലും കുറച്ച് പാട് തന്നെയായിരുന്നു. കാരണം ഈ ഒരു മോഡലിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി അടുത്ത ഫിറ്റ്നസ്സിൽ ഇത് കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കഷ്ടപ്പാട്. അപ്പോൾ മിക്കവാറും നമ്മൾ ഈ ഒരു വണ്ടി മാറ്റി ഇതേപോലത്തെ ഒരു സെഡാൻ തന്നെ കുറച്ച് മോഡൽ കൂടിയത് നമ്മൾ എടുക്കും. പക്ഷേ ഈ ഒരു വണ്ടി ഇപ്പോൾ കണ്ടാൽ തോന്നില്ലല്ലോ 2010 മോഡലാണ്. അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ്. ബോഡി പണിയൊക്കെ ഫുൾ എടുത്താണ്. അതായത് ബോഡിയുടെ ആ ഒരു സംഭവം ബീഡിങ്ങും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്ത് നമ്മൾ പുതിയതായിട്ട് വെൽഡ് ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പഴക്കമൊന്നും അറിയില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അന്ന് ഈ ഒരു മോഡിൻ്റെ വീഡിയോ അല്ലാതെ മോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടായിരുന്നു. അപ്പോൾ ആരൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഓടിച്ചു, എങ്ങനെയുണ്ട് ഓടിക്കുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ്. ഞാൻ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു വണ്ടി തന്നെയാണ് ഓടിക്കുക. കുറച്ച് ലോങ്ങൊക്കെ ഓടിച്ച് നോക്കി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. വലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവിംഗ് ആയാലും അത്യാവശ്യം നല്ലൊരു സുഖം തന്നെയാണ്. പിന്നെ അറിയാലോ ലൈലൻ്റാണ്, അപ്പോൾ ആ ഒരു സുഖം എക്സ്ട്രാ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്ഥലം നമ്മളുണ്ടല്ലോ ഒരു കുറച്ച് പിള്ളേരുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് കുറച്ച് പിള്ളേരുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവർക്കുണ്ടല്ലോ നമ്മുടെ ഈ ഒരു വണ്ടി കാണിക്കാനാണ് അവരുടെ ഒരു എക്സ്പ്രഷൻ. അതായത് ഇതേവരെ പറഞ്ഞിട്ടില്ല അവർ വണ്ടി എടുത്തിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു വണ്ടി നമുക്ക് അവരൊന്ന് കാണിക്കണം. അവർ ചെറുതായിട്ടൊക്കെ ഒന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വണ്ടി കാണിച്ച് അവരൊന്ന് സർപ്രൈസ് ആക്കണം. അവരുടെ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ്, അവരുടെ അഭിപ്രായമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അവർ കളിക്കുന്ന ഒരു ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഏതൊരു വണ്ടി എടുത്താലും അവരെ കൊണ്ടൊന്ന് വണ്ടിയിലൊന്ന് ചുറ്റിക്കണം, അത് അവർക്ക് മസ്റ്റാണ്. കാരണം അവർ അത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെക്കന്മാരും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നമ്മൾ അവരെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു പിള്ളേരെ കാണിക്കാനാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ പിള്ളേരുടെ എക്സ്പ്രഷനൊക്കെ അറിയുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ നിർത്തും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബസ്സിൻ്റെ. അത് ശരിക്കും പറഞ്ഞൊരു ഇവൻറ്റ് പോലെയാണ്. അത് ഞാനെന്താ സെപ്പറേറ്റ് വീഡിയോ ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു അത് എന്താണ് സംഭവം എന്നുള്ളത്. അതായത് ഓഗസ്റ്റ് 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ. അപ്പോൾ ആ ഒരു ഇതിനോടനുബന്ധിച്ച് എന്തോ സംഭവങ്ങളാണ്. അത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് വരുന്നതാണ് അറിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റോഡുകളിൽ, ചില സിറ്റിയിലെ റോഡുകളിൽ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ തൂക്കി വെച്ച് അതിൻ്റെയൊക്കെ ഒരു ഡെക്കറേഷനൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇവൻ്റായിട്ട് വേറെ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞത്. എന്തായാലും നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെയും അതുപോലെ മാപ്പിൻ്റെ ഒന്നും അപ്ഡേറ്റ് ഒന്നുമല്ല, അല്ലാതെ ഒരു ഇവൻറ്റ് പോലത്തെ ഒരു അപ്ഡേറ്റാണ് വന്നിട്ടുള്ളത്. ഇത്രയാണ് ഇപ്പോൾ എനിക്കറിയാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സെപ്പറേറ്റ് വീഡിയോ ഇടാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയൊന്നും ഞാൻ നോക്കിയിരുന്നില്ല. പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം ഓരോ അപ്ഡേറ്റ് ആകുമ്പോഴും ഇഷ്ടം പോലെ ബഗ് അടിഞ്ഞ് കൂടുന്നതുകൊണ്ട് നമ്മുടെ ഫോണിനൊന്നും താങ്ങുന്നില്ല. ഇത് തന്നെ ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് പേടിയൊക്കെ തന്നെയാണ്. എന്തായാലും നമ്മൾ വലിയൊരു അപ്ഡേറ്റ് ആണെങ്കിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും, എന്നിട്ട് തന്നെയാണ് നമ്മൾ ബാക്കി കളിക്കുകയുള്ളൂ. അപ്ഡേറ്റ് ചെയ്യാതെ
നമ്മുടെ ഗെയിം മുന്നോട്ട് പോവില്ല. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ അപ്ഡേറ്റിൽ വേറൊരു സംഭവം വന്നായിരുന്നു. അതായത് കുറച്ച് കാറുകൾ നമ്മുടെ നീല കാറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബസ് സിമുലേറ്ററിൽ, അതൊക്കെ വലുതായിട്ട് ഒരു ബ്ലാക്ക് കാറ് അങ്ങനെയൊക്കെയാണ് അറിയാൻ പറ്റിയത്. പുതിയ പുതിയ കാറ്, അതായത് വണ്ടി കുറച്ചൊന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അപ്ഡേറ്റുകൾ ഇത് എക്സ്ട്രാ വന്നതാണ്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അത് തനിയെ വരും. അത് പക്ഷേ ട്രാഫിക് മോഡിൽ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല, എൻ്റെ ഇതിൽ വന്നിട്ടില്ല. പക്ഷേ ഒറിജിനൽ ബസ്സിൽ അത് വരും. അപ്പോൾ അതൊക്കെ വന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടി കാണാൻ പറ്റിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്കൂളോട്ടായിരിക്കും. കാരണം ഉണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ, നമ്മുടെ വീട് കണ്ടവർക്കറിയാം, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു സ്കൂളുണ്ട്. അത് സ്കൂള് അവർ വർക്കിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വർക്കായിട്ട്, അതായത് വർക്കാവില്ല, ആ ഒരു സ്കൂളിൽ ചെറിയ ചെറിയ SPC അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ കുറേ ബാച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും ഒരു വണ്ടി എടുത്തിട്ട് ചിലപ്പോൾ ഓട്ടം പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് കാത്തിരിക്കുക. ആ വീഡിയോയ്ക്ക് എന്തായാലും ഉടനെ വരും. അതുപോലെ തന്നെ ഈ ഒരു ബസ്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാലും മതി. നല്ല വണ്ടിയാണ്, ഓടിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയിലെങ്കിലും ഒന്ന് പറയുക. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മളിനി വണ്ടി മാറ്റണം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു വണ്ടി മാറ്റുമ്പോൾ ഏത് ബോഡി വേണം, അതായത് വേഗ വേണോ, BMR വേണോ, അതോ സെഡോൺ വേണോ, ഏതാണെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എടുക്കുന്നത്. എന്തായാലും നമ്മുടെ ചെക്കന്മാരുടെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇന്നപ്പോൾ സ്കൂളിലെ ദിവസമൊക്കെയാണ്, പക്ഷേ അവന്മാരൊന്നും പോയിട്ടില്ല, മടി പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളിന്ന് നമുക്ക് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു അവധി സമയത്ത് നമ്മളിത് കാണിച്ചു കൊടുക്കണം നമ്മുടെ വണ്ടി. അപ്പോൾ അവർ അകത്തൊക്കെ കയറിയിട്ട് അവരുടെ ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് ഇതിൽ കാണാം. നമുക്ക് വണ്ടിയായിട്ട് അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ആ ഒരു ചെക്കന്മാരെന്ന് പറയുന്നത് 4 പേര്. അപ്പോൾ ആ ഒരു 4 പേര് കണ്ടില്ലേ, നമ്മുടെ വണ്ടി വന്നപ്പോൾ തന്നെ അത്യാവശ്യം തുള്ളി ചാടുന്നൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഉണ്ടല്ലോ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു 6 സബ് ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിക്കറാണ്. കിക്കർ ഓരോന്നും 1000 വാട്ട്സ് വെച്ചിട്ടാണ്. അപ്പോൾ 6 സബ് ഓഫർ 6000 വാട്ട്സാണ് ടോട്ടൽ. അപ്പോൾ നല്ലൊരു ഇടിയും കാര്യങ്ങളും ഒരു 1.5 കിലോമീറ്റർ മുന്നേ തന്നെ കേട്ടു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കുറേ നേരം ഒരു സൗണ്ട് മാത്രം കേട്ടിരുന്നു. അതിനുശേഷമാണ് വണ്ടി ഇവിടെ എത്തിയത്. കാരണം നല്ല വോക്കലടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ക്ലാരിറ്റിയൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അവരൊക്കെ സ്പീക്കർ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ പിള്ളേരെ എന്തായാലും അകത്ത് കയറണം എന്ന് പറയും. അപ്പോൾ അകത്തൊക്കെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള ഡാൻസുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിള്ളേരൊക്കെ അത്യാവശ്യം വണ്ടി നല്ല കുലുക്കിയിട്ടുണ്ടായിരുന്നു, കാരണം നല്ല ചാടി കളിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മുടെ പ്ലാറ്റ്ഫോം വരുമ്പോഴത്തേണ്ട് പറഞ്ഞില്ലേ, അതിലേക്ക് ചാടി കളിച്ച് അവിടെ ഒരു തുളയൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചെക്കന്മാർ ആയതുകൊണ്ട് നമ്മൾ ക്ഷമിച്ച് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തായാലും അത് നമ്മൾ നേരാക്കണം. അത് മൊത്തം അവിടെ നിന്ന് പീസ് പറിച്ചെടുത്തിട്ട് ഫുള്ള് വെൽഡ് ചെയ്ത് റെഡിയാക്കണം. അതുപോലെ തന്നെ ചെക്കന്മാരുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ TV-യിൽ വലിയൊരു TV ആണ്. അപ്പോൾ ആ ഒരു TV-യിൽ എന്തെങ്കിലും സിനിമ കാണിച്ചു കൊടുക്കും, പുതിയൊരു സിനിമ കാണിച്ചു കൊടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ട്രിപ്പും സെറ്റാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിള്ളേരുടെ ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് നമ്മളൊരു ട്രിപ്പും സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കെന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.